ഒരു 5 മിനിറ്റ് നീ ഫ്രീ ആണോടാ? ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം. വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോയിനായി ഗവൺമെന്റ്, എന്തോയിനായി ഗവൺമെന്റ്. ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. എന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയും. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ വിളിച്ച് പറയാൻ ബിപിയുടെ കൂടി കൊടുക്കണമെന്ന്. പിന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ചന്ത കഴിഞ്ഞാൽ ആവശ്യമില്ല. എന്താ ഒരു ആവശ്യമില്ല. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. ഇനി ആരും സൂത്രം കാണിച്ചാ. രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു മോനെ, എനിക്കൊന്നും അറിയത്തില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കാറ്റുള്ളപ്പോ തൂച്ചാൻ നോക്കുക. ആ അമ്മ പറയുന്ന ബിജിലി പി ഈശോ ആണ് നമുക്കൊപ്പം ഉള്ളത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. താങ്കൾ അങ്ങനെ പിണറായി വിജയനാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്നതാണ് ആ അമ്മച്ചി പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പുള്ളിക്കാരിയോട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ച് അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കാരണവശാലും. എന്നെ സംബന്ധിച്ച് ഞാൻ 3 ടേമായിട്ട് ഒരു ജനപ്രതിയാണ് കോയഞ്ചേരിലെ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഞാൻ ആ പുള്ളിക്കാരിയുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ശരിയാണ്, ഞാൻ എൻ്റെ ഒരു ഇതാണ് ചാനൽ വന്നപ്പോൾ എല്ലാവരും കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവന് കയറിയെന്നു. ഞാൻ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ വരട്ടെ. അമ്മയുടെ മോളെന്ന് പറയുന്നത് കോയഞ്ചേരി പഞ്ചായത്തിലൊരു ജീവനക്കാരിയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു കോൺഗ്രസ്സുകാരിയാണ്. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. സ്വാഭാവികമായിട്ട് മോളി ചെന്നും അതുപോലെ തന്നെ ആ വാർഡ് മെമ്പറും ചെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവർ തിരുത്തി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ